ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു വർഷം മുമ്പ് കാണാതെ പോയ 14.5 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഭാര്യ ഗോപിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. 2024 മെയ് 10 പുതുപ്പള്ളി നെടിയത്ത് വീട്ടിലെ ഗോപിയെയാണ് ആ മോഷണക്കാരിയായി പോലീസ് കണ്ടെത്തിയത്. 2024 മെയ് 10 ഭർത്താവ് സാബുവിൻ്റെ കിടപ്പുമുറിയിലെ കബോർഡിൽ വെച്ചിരുന്ന 1 പവൻ്റെ 4 വളയും 10 പവൻ്റെ മാലയും 1/2 പവൻ്റെ തൂക്കമുള്ള താലിയും അവരുടെ ബെഡ്റൂമിൻ്റെ കബോർഡിൽ വെച്ചിരുന്നു. അത് മോഷണം പോയി. അത് അപ്പോൾ പോലീസിൽ പരാതിപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിന് യാതൊരു തുമ്പും ഇല്ലായിരുന്ന സന്ദർഭത്തിലാണ് പുതിയ ഒരു നാടകം കൂടി അരങ്ങേറിയത്. സാബുവിൻ്റെ ഭാര്യ ഗോപികയെ ലോക്കറിൽ സൂക്ഷിക്കാൻ കൊടുത്തയച്ചിരുന്ന 11 പവൻ്റെ സ്വർണ്ണാഭരണം അതിനെ തിരികെ എടുത്തുകൊണ്ട് വരാൻ നിർദ്ദേശിച്ചയച്ചു. അത് ലോക്കറിൽ നിന്ന് തിരികെ എടുത്തുകൊണ്ട് വരുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു വീട്ടിലെത്തി. സാബുവും അവർ വീണ്ടും ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അത് പോലീസിന് സംശയമായി. കായംകുളം ഡിവൈഎസ്പി ഓമനക്കുട്ടൻ്റെ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇവരെ ചോദ്യം ചെയ്തു. അപ്പോൾ അവരുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ വന്നു. പല കഥകളും പറയുന്നത് ശരിയാകുന്നില്ല. അവരെ അങ്ങനെ വീണ്ടും ചോദ്യം ചെയ്തു. അന്നേരം ഇവർ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥൻ പ്രയാർ വടക്ക് പനംകുളത്ത് പുത്തൻ വീട്ടിലെ സാബു ഗോപാലൻ്റെ വകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് അന്വേഷണം നടത്തി. ഇവരെ ഒരു ബാഗ് അവിടെ ഉണ്ടായിരുന്നു. ആ ബാഗിനകത്ത് ഇപ്പം ലോക്കറിൽ സൂക്ഷിക്കാൻ കൊടുത്തയച്ച സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. അത് പോലീസ് കണ്ടെടുത്തു. നേരത്തെ ഒരു വർഷം മുമ്പ് നടന്ന 14.5 പവൻ്റെ സ്വർണം മോഷണം പോയ കേസുകൂടെ നിലവിലുണ്ട്. ഡിവൈഎസ്പി സംഘവും ആ കാര്യത്തിലേക്ക് കടന്നു. ഗോപികയെ വീണ്ടും ചോദ്യം ചെയ്തു. അവസാനം ഗോപിക ഒറ്റ സമ്മതിച്ചു. 14 പവൻ്റെ സ്വർണ്ണാഭരണം ഭർത്താവിൻ്റെ വീട്ടിലെ കബോർഡിൽ നിന്ന് എടുത്ത താനാണെന്നും അത് തൻ്റെ ബന്ധുവിൻ്റെ ഒരു സഹായത്തോടെ അത് വിറ്റഴിച്ചു. ആ പണം കൊണ്ട് താൻ പണയം വെച്ച കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു എന്ന് ഇവർ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ആദ്യത്തെ 14.5 പവൻ അതിന് പോലീസ് കേസുള്ളത് കൊണ്ട് പോലീസ് വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കാം അതെടുത്തെന്നൊരു സംശയത്തിൽ വീട്ടുകാരെ നിരീക്ഷിച്ച് വരുന്ന സന്ദർഭത്തിലാണ് പുതിയ കേസിൻ്റെ തുടക്കം. അതോടുകൂടി പ്രതി വീണു. അത് വലിയൊരു മണ്ടത്തരമായിപ്പോയി. മോഷണം ഒരു വാസന വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കേസ് ഒരു തരത്തിൽ ഊരി. പോലീസ് ആ കേസ് കൂടുതൽ അന്വേഷണത്തിലോ പോയില്ല. എന്നാൽ പോലീസിന് സംശയമുണ്ട്, വീട്ടിൽ തന്നെയാണ്, കള്ളൻ വീട്ടിലുണ്ട്, വീട്ടുകാരുടെ അറിവോടെ ആരെങ്കിലും എടുത്തതാണ് എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു ഹൗസ് ബ്രേക്കിൻ്റെ സ്വഭാവം അവിടെ കണ്ടില്ല. കള്ളൻ വീട്ടിൽ തന്നെ ഉണ്ട് എങ്കിലും കൂടുതൽ പോലീസ് ഉള്ളിൽ അതിനെ ഡീപ്പായിട്ട് പോയില്ല. പക്ഷെ പുതിയ സംഭവവികാസത്തോടു കൂടി വീണ്ടും ഒരു 11 പവൻ സ്വർണത്തിൻ്റെ വില അറിയാമല്ലോ, 6-7 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ്. അത് ലോക്കറിൽ വെക്കാൻ ഈ വീട്ടിലെ സാധനം മോഷണം പോയപ്പോൾ ലോക്കറി വെക്കാൻ തന്നെ ഗോപിക ഭാര്യയുടെ കൊടുത്തു വിട്ടതാണ്. അവരുടെ പേരിൽ ലോക്കറിൽ വെച്ചിരുന്നു. അതിപ്പോൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. അക്കൗണ്ട് ചെയ്യാൻ നിവൃത്തിയില്ല. അത് അന്നേ അവർ വിറ്റ് തൊലച്ചിരുന്നു. അത് കൊണ്ടുവരാൻ വന്നപ്പം പുതിയൊരു നാടകം ഇറക്കി. അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു വരുന്ന വഴിക്ക്. എന്തായാലും അതിന് ഭർത്താവും അവരുടെ വീട്ടുകാരും ഗോപിയെ സംശയിച്ചേ ഇല്ല. നഷ്ടപ്പെട്ടതായിരിക്കും, കണ്ടെടുക്കണം, എവിടെയെങ്കിലും ആർക്കെങ്കിലും കിട്ടിയാൽ തിരിച്ചു കിട്ടുമല്ലോ. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു. അതോടുകൂടിയാണ് പോലീസിന് സംശയമായി. അന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് 14 പവൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ നാടകം വന്നിരിക്കുന്നു, 11 പവൻ, ഇവള് തന്നെ കള്ളി എന്ന് തോന്നി. അതുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടറും ഡിവൈഎസ്പി കായംകുളം ഡിവൈഎസ്പി ഒക്കെ രംഗത്ത് വന്നു.
ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഈ 11 പവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായി. അത് ഇവർ വാടകയ്ക്ക് താമസിച്ച വീടിൻ്റെ ഉടമസ്ഥൻ പ്രയാർ വടക്ക് പനംകുളത്തെ പുത്തൻ വീട്ടിൽ സാബു ഗോപാലൻ്റെ വീട്ടിൽ ഇവരുടെ ബാഗ് ഉണ്ടെന്ന് മനസ്സിലായി. ഇവരുടെ വാനിറ്റി ബാഗ് അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ പോയി അത് പോലീസ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് 11 പവന്റെ ആഭരണങ്ങൾ ഉണ്ട്. ഈ ഒരു സംഭവത്തോടുകൂടി ആദ്യത്തെ കേസിലെ പ്രതിയെ അവരെ വീട്ടിൽ നടന്ന മോഷണത്തിന് അവരെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. കാരണം ഇവരുൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. കേസ് ഡയറിയിൽ ഭർത്താവ് ആണ് മൊഴി കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും കള്ളൻ കപ്പലിൽ തന്നെ ഉള്ളതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തു, റിമാൻഡിലേക്ക് പോയി. വളരെയധികം ഇതിനകത്ത് കൃത്രിമം കാണിച്ച ഒരു സ്ത്രീ തന്നെയായിരുന്നു ഗോപിക. കള്ളം പറഞ്ഞു, ഭർത്താവിനെയും കുടുംബക്കാരെയും പറ്റിച്ചു, പോലീസിനെയും പറ്റിച്ചു. ഇപ്പം യഥാർത്ഥ കള്ളം വെളിവായി. അവരെ അറസ്റ്റിലേക്കും അവരെ റിമാൻഡിലേക്കും പോലീസ് അവരെ കൊണ്ടുപോയി.